പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ ചട്ടങ്ങൾ അനുസരിച്ച് നടത്താനുള്ള പ്രതിസന്ധി. പൂരം സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. തിരുവള്ളക്കാവ് ക്ഷേത്രനട മുതൽ പെരുവനം ക്ഷേത്രനട വരെ നടന്ന യാത്രയിൽ വിവിധ പങ്കാളി ക്ഷേത്ര ഭാരവാഹികൾ, പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, ഭക്തർ തുടങ്ങിയവർ പങ്കെടുത്തു. പെരുവനം ക്ഷേത്രത്തിൽ നടന്ന സമാപന യോഗം തന്ത്രിമാരായ KPC വിഷ്ണു ഭട്ടതിരിപ്പാട്, KP കൃഷ്ണൻ ഭട്ടതിരിപ്പാട് എന്നിവർ ഉദ്ഘാടനം ചെയ്തു. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് AA കുമാരൻ, ജനറൽ സെക്രട്ടറി CS ഭരതൻ, കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര എന്നിവർ സംസാരിച്ചു. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ ബാരിക്കേഡ് കെട്ടുക, അല്ലെങ്കിൽ 8 മീറ്റർ ദൂരെ നിർത്തുക, 30 മീറ്റർ അല്ല 3 മീറ്റർ അകലെ നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ ആനയുടെ മുമ്പിൽ എന്താ, ഇടഞ്ഞ ആനയുടെ മുമ്പിൽ ഈ ബാരിക്കേഡും ഈ 30 മീറ്ററൊക്കെ വല്ല ദൂരാണോ? എന്തറിഞ്ഞിട്ടാണ് കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ആനയുടെ വാലുകൾ തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല, ചെവി കൂട്ടിമുട്ടാൻ പാടില്ല, ഇതൊക്കെയാണ്. കൂടുതൽ ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കോടതി അലക്ഷ്യവും. അതുകൊണ്ട് പബ്ലിക്കായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും പ്രാക്ടിക്കലായിട്ട് ഇതൊന്നും മനസ്സിലാക്കാത്ത ചില ജഡ്ജിമാരാണ് ഇത്തരം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിന് എന്താ പറയുക, കോടതിയിൽ വിളിച്ചു വരുത്തി അതിന്റെ എക്സ്പെർട്ട് ഒപ്പീനിയൻ ചോദിച്ച ഡോക്ടർ ഈസ, അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ അദ്ദേഹം ഘടിപ്പിച്ചു പറഞ്ഞ ഒരു കാരണവശാലും ഈ ഇതിലൊന്നും മാറ്റാൻ പറ്റില്ല എന്ന്. എന്റെ ക്ലാസ്മേറ്റാ കേരളോർമയില്. വൈദ്യരത്നം ഗ്രൂപ്പ് ചെയർമാൻ ET നീലകണ്ഠൻ മൂസ്, സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് EV കൃഷ്ണൻ നമ്പൂതിരി, പൂരം സെൻട്രൽ കമ്മിറ്റി മുൻ പ്രസിഡന്റ് രാജീവ് മേനോൻ, ആറാട്ടുപുഴ പൂരം കോർഡിനേറ്റർ M രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നിങ്ങനെ ഒരു പ്രതിഷേധ സംഗമം അല്ലെങ്കിൽ പ്രതിഷേധ ജാഥ നമ്മൾ സംഘടിപ്പിക്കുവാനുണ്ടായ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിലവിലുള്ള 2012 നാട്ടാന പരിപാലന ചട്ടത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പിഴവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്ന വ്യാജേന അമിക്കസ് ക്യൂറിയെയും മറ്റു കമ്മീഷണറെയും നിയോഗിച്ചുകൊണ്ട് ക്ഷേത്രോത്സവങ്ങളും ആചാരങ്ങളും പൂരവും ആഘോഷമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകളെ വിട്ട് ഇത് പരിശോധിപ്പിച്ചുകൊണ്ട് അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരികയുണ്ടായി. തൃശൂർ പൂരം എന്നല്ല, ആറാട്ടുപുഴ പൂരം എന്നല്ല, കേരളത്തിലെ ചെറുതും വലുതുമായ ആയിരക്കണക്കിന് ഉത്സവാഘോഷങ്ങളിലെ ആനയെഴുന്നള്ളിപ്പുകൾ നടത്താൻ പറ്റാത്ത വിധത്തിലുള്ള നിയന്ത്രണങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയില്ല. കുറെ ആളുകൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തു 2010. അതിനു മുമ്പ് കേരളത്തിലെ ഉത്സവാഘോഷങ്ങളിലെ ആന എഴുന്നള്ളിപ്പുകൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെറ്റ പോലുള്ള
ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു.